ഗൈസ് ഇന്നോട്ടുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട് എന്ന് വന്നിട്ട് അല്ലാ അൽഫിയാൻ്റെ മുഖത്ത് എത്ര അനുകുരു വന്ന് എന്താ എൻ്റെ മുഖം അയക്കണത് ഞാൻ. പക്ഷെ അന്നേരം ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അത് പറയുന്നതിനെക്കാട്ടും നല്ലത് ഇതിപ്പോൾ ഞാൻ മാത്രമല്ല ഫേസ് ചെയ്യുന്നത്, എല്ലാ ആൾക്കാരും ഇങ്ങനെ ആക്നേൻ്റെ പ്രശ്നങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി ആയിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ എല്ലാവരും വിചാരം ഈ കുരു വരുന്നത് അവർക്ക് ഈ ജങ്ക് ഫുഡും കാര്യങ്ങളും കഴിക്കുന്നതുകൊണ്ടും അതേപോലെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്തി അല്ലാത്ത ഡയറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇങ്ങനെ കുരു വരുന്നതെന്നാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കേസിൽ അങ്ങനെയല്ല. എനിക്ക് വരുന്നതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളാണ് കൂടുതലെടുക്കുന്നത്. അപ്പം എൻ്റെ സ്ലീപ്പിങ്ങും എൻ്റെ ഈ ഉറക്കവും കാര്യങ്ങളും ഇൻകറക്റ്റാണ്. എൻ്റെ ഉറക്കമൊന്നും ഒരു കറക്റ്റായിട്ടുള്ളൊരു വേലയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വിഷയം വരുമ്പോൾ നമ്മൾ ഈ ഉറക്കവും കാര്യങ്ങളും വിഷയം വരുമ്പോൾ നമുക്ക് ഈ ഹോർമോൺസും കാര്യങ്ങളും ഇംബാലൻസ് ആവും, ഇറഗുലറാവും. ഹോർമോൺസും കാര്യങ്ങളും ഇറഗുലർ ആവുന്ന സമയത്ത് എനിക്കിങ്ങനെ ഈ പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനുപരി എനിക്ക് കണ്ടമാനം നല്ല സ്ട്രെസ് ഉണ്ട്. ഞാൻ ഒരു വിധം നല്ല രീതിയിൽ ടെൻഷൻ അൺവാണ്ടഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതും നല്ല പോലെ സ്ട്രെസ് അടിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ യു ജസ്റ്റ് ലുക്ക് ലൈക്ക് ദാറ്റ് ആക്നെ കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളും എടുത്ത് നമ്മൾ വർക്കിംഗ് വുമൻസാണ്, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ പിന്നുള്ള ഒരു വിചാരം ഞാൻ കണ്ടതും കാര്യങ്ങളും വാരി തേച്ചിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. ഞാനിതാ ഈ ഒരു ലിപ്സ്റ്റിക്കും ഈ ഒരു ഐലൈനറും അല്ലാണ്ട് വേറൊരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ മേക്കപ്പ് കാര്യങ്ങളും സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പം എല്ലാവരും വിചാരം ഇങ്ങനത്തെ റീസൺ കൊണ്ടാണ് ഇങ്ങനെ ആക്നെ വരുന്നത്. പക്ഷേ ഇങ്ങനത്തെ അല്ല, പലർക്കും പല ലൈഫ് സ്റ്റൈലാണ്, പല രീതികളാണ്, പല പ്രശ്നങ്ങളാണ്. സോ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വരാതിരിക്കുക. അത് അവരുടെ ലൈഫ്, അവരുടെ കാര്യങ്ങൾ, അവരുടെ പേഴ്സണാലിറ്റി. സോ ഡോണ്ട് ടോക്ക് അബൌട്ട് ലൈക്ക് ദിസ് ഷിറ്റ്. ഓക്കെ, ബൈ ഗൈസ്. അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതോ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അടങ്ങാറാക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളും നെവർ മൈൻഡ് ആക്കാതിരിക്കുക. ഓക്കെ, ബൈ.